നമ്മൾ ഇതുവഴി ഒന്ന് കണ്ണൂർ പോകുമ്പോൾ ഇവിടെ കണ്ടൊരു കാഴ്ചയാണ്. മോനെ എന്താ പേര്? കൃത്തിക്ക്. ഈ കച്ചവടം തുടങ്ങിയിട്ട് എത്ര ദിവസമായി? ഇപ്പം 2 ദിവസമായിട്ടുള്ളൂ കച്ചവടം തുടങ്ങിയിട്ട്. എങ്ങനെയുണ്ട് കച്ചവടം? എങ്ങനെയുണ്ട്? ബത്തക്കയും മോരും അല്ലേ ഉള്ളൂ? എത്രയാണ് ബത്തക്ക വെള്ളത്തിന്? രണ്ടിനും 10 അല്ലേ? അപ്പോൾ നിന്റെ കൂടെ ആരാ ഉള്ളത്? അമ്മ ചേച്ചി. അമ്മ ഒന്നിങ്ങോട്ട് വന്നേ, പേര് പറയൂ. പിന്നെ സപ്പോർട്ട് ചെയ്യാൻ വന്നേ അല്ലേ? എന്തായാലും ചെറിയ കുട്ടികൾ, അതായത് ഇന്നത്തെ കാലത്ത് മൊബൈൽ ഗെയിമിന് അഡിക്റ്റ് ആകുന്ന കുട്ടികൾക്ക് ഇതൊരു നല്ല മാതൃകയാണ് മോയെ. എന്തായാലും അതുപോലെ തന്നെ അമ്മ ചേച്ചിയുണ്ട്. പിന്നെ രാവിലെ എത്ര മണിക്ക് വരുന്നേ? 11 മണിക്ക്. വൈകിട്ട് അപ്പോഴേക്ക് തീരുമല്ലേ? അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഇത് സ്ഥലം ഇതിൽ എങ്ങനെയാണ് പോകുന്നത്? എടച്ചോവ് കനാൽ പാലമാണ് ഇത്. അപ്പോൾ നമ്മൾ ആവശ്യത്തിന് ഇവിടെ വന്നപ്പോൾ ഈ ഒരു കാഴ്ച കണ്ടിട്ട് കുഞ്ഞുമോനെ ഒന്ന് സപ്പോർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെയാണ് നമ്മൾ വത്തക്ക വെള്ളം കുടിച്ച് അതുപോലെ തന്നെ മോനെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ ചെറിയൊരു വീഡിയോ എടുത്ത്. അപ്പോൾ മോനെ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഇതുപോലെയുള്ള കുട്ടികൾ വളർന്നു വരിക. അതുപോലെ തന്നെ ഈ വീഡിയോ കാണുന്ന കുഞ്ഞു കുട്ടികളുണ്ടല്ലോ, ഇതേപോലെ കച്ചവടം, പല കച്ചവടവും വത്തക്ക വെള്ളമായാലും എന്തായാലും ചെയ്യുക. മോനെ ഇത് തുടങ്ങാൻ എന്താ കാരണം? അപ്പോൾ നിൻ്റെ ഈ പ്രായത്തിൽ സ്കൂൾ വെക്കേഷനിലാകുമ്പോൾ എന്ന് പറഞ്ഞാൽ അടിച്ച് പൊളിക്കല്ലേ ഇന്ന്. അപ്പോൾ നിനക്കിങ്ങനെ തോന്നാനുള്ള ഒരു കാരണം മറ്റുള്ള എല്ലാ കുട്ടികൾക്കും ഒരു മാതൃക കൂടിയാണ്. പ്രത്യേകിച്ചിട്ട് കാരണമൊന്നുമില്ല. എന്നാൽ ഇതിൽ നിന്ന് കിട്ടുന്ന വരുമാനം എന്താണെന്ന് ഉദ്ദേശിക്കുന്നത് അതും അറിയില്ല. എന്തായാലും ഇങ്ങനെ എന്തെങ്കിലും ചെയ്ത് ശീലിക്കണം. വെറുതെ ഇരിക്കാൻ പാടില്ല, മൊബൈൽ നോക്കിയിട്ട് ടൈം കളയാൻ പാടില്ല അല്ലേ? അങ്ങനെയാണ്. അമ്മ ഇവന്റെ നിർബന്ധമാണ്? ഇത് ആരുടെ നിർബന്ധത്തിന്? ഒറ്റൊരു വാശി കൊണ്ട് മാത്രമാണ്. അതെ അല്ലേ? കുറെ ദിവസമായി വെക്കണം നമ്മൾ വിടാത്തോണ്ട. പൊടി റോട്ടും മേലെ പിന്നെ ആള് വാങ്ങൂല മോനെ, ചെറിയ കുട്ടികളല്ലേ. അപ്പൊ പല അഭിപ്രായങ്ങളും പലതരം പറയും. അപ്പൊ ഓന് പറഞ്ഞില്ലമ്മ ഞാൻ എന്തായാലും വെക്കണം എനിക്ക് എന്ന് പറഞ്ഞിട്ട് ഓന്നെ ഇവിടെ കൊണ്ടുവച്ച് ഒരു ദിവസം ചെയ്ത്. അപ്പൊ പിറ്റേ ദിവസം പിന്നെ മോര് വെള്ളം വേണം എന്നിട്ട് കുറെ ആള് വന്നപ്പോ പറഞ്ഞു. അങ്ങനെ പിന്നെ ഞാൻ ഇന്നലെ മുതൽ മോര് വെള്ളം ആക്കി കൊടുക്കാന്ന്. എത്ര മക്കളുണ്ട് നിങ്ങൾക്ക്? 2 മക്കൾ അല്ലേ? ഈ മോളും മോനും. പിന്നെ ഹസ്ബൻഡ് എന്താ പേര്? ബൈജു. നാട്ടിൽ തന്നെയാണ് പണി അല്ലേ? അടിപൊളി. ഈ സ്ഥലം ഒന്ന് പറഞ്ഞു കൊടുക്കുമോ? ഇത് എടച്ചോവക്ക് കനാൽ പാലം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം. ആനപ്പാലം കനാൽ പാലം എന്ന് പറയും അല്ലേ? നമ്മളിങ്ങനെ ചോദിച്ചപ്പോൾ ആർക്കും അറിയില്ല. നേരത്തെ നമ്മൾ വരുമ്പോൾ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ നമ്മൾ കണ്ണൂർ, അതായത് ചൊവ്വ ടച്ച് ചെയ്യാണ്ട് കണ്ണൂർ എളുപ്പത്തിൽ പോകുന്ന ഒരു സംഭവമാണ് ഈ പാലം. ഈ മുകളിലൂടെ സ്കൂട്ടറും കക്കാട് റോഡിന് പോയി മുട്ടും. ഈ മുകളിലൂടെ സ്കൂട്ടറും പോവും, താഴെയോട്ട് മറ്റ് വലിയ വാഹനങ്ങളും പോകും. വലിയ വാഹനം എന്ന് പറയുമ്പോൾ ബസ്സും ലോറിയും ഒന്നുമല്ല, ചെറിയ കാറുകൾ അതൊക്കെ പോകുന്നതാണ്. പിന്നെ എന്തായാലും ഇതേപോലെയുള്ള മക്കൾ വളർന്നു വരട്ടെ അല്ലേ? അപ്പോൾ ഈ വഴി കടന്നു പോകുന്ന ആൾക്കാർ ആരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ എന്തായാലും ഈ മോനെയും കുടുംബത്തെയും സഹായിക്കുക. ഇങ്ങനെയൊരു തോന്നിയതിന് വലിയൊരു സല്യൂട്ട്. അപ്പോൾ നല്ലൊരു കച്ചവടം ഉണ്ടാകട്ടെ. ഇതുപോലെ തന്നെ കുറേ ഐറ്റംസ് എല്ലാം ഉണ്ടാക്കിയിട്ട് നിങ്ങൾ സെയിൽ ചെയ്യും. നല്ല കച്ചവടം, നല്ല വരുമാനം, നല്ല വരുമാനം. അതെല്ലാം വരും ദിവസങ്ങളിൽ അതൊക്കെ കൊണ്ടുവരണം. നമ്മളൊരു പെട്ടി കിട്ടിയാൽ സംഘടിപ്പിച്ചാൽ റോഡ് സൈഡ് വെക്കാൻ. ഭാവിയിൽ അങ്ങനെയുള്ളൊരു പ്ലാനിങ് കൂടി ഉണ്ടല്ലേ? അപ്പോൾ എന്തായാലും പരിചയപ്പെടാനും എല്ലാം കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഇതേപോലത്തെ കുട്ടികൾ തന്നെ എന്നും ഭാവിയുടെ വാഗ്ദാനങ്ങളായി മാറട്ടെ. അപ്പോൾ നമുക്ക് വീണ്ടും ഒന്ന് കാണാം അല്ലേ? അപ്പോൾ നമ്മൾ വന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു വീഡിയോ എടുക്കാനാണ്. വീഡിയോ എടുക്കാൻ വന്ന ആളൊക്കെ ഉണ്ടോ? ഇതാരാണെന്ന് പറഞ്ഞാൽ ഭയങ്കര സംഭവമാണ്. എന്തായാലും മക്കളുടെയും യുവതികളുടെയും ഹരമായ അശ്വന്ത് കോൾത്തുരുത്തി അറിയാത്തവർക്ക് വേണ്ടിയിട്ട്, അറിയാത്തവരെ ചുരുക്കമാണ്. ഇദ്ദേഹത്തിന് കിട്ടാൻ വേണ്ടി നമ്മൾ ഒരുപാട് കഷ്ടപ്പെടല്ല, ഇദ്ദേഹത്തിന് തിരക്കായോണ്ടാണ്, അല്ലാണ്ട് വേറെ ഒന്നും ഉണ്ടായിട്ടില്ല. പിന്നെ ഒരു താല്പര്യക്കുറവുണ്ടായിരുന്നു, ഇങ്ങനെ ഇതുവരെ ചെയ്തിട്ടില്ല എന്നുള്ളൊരു പരിചയക്കുറവുണ്ട്. അതെല്ലാം നമ്മൾ ശരിയാക്കാം, നമ്മൾ സെറ്റാക്കാം, പൊളിച്ചു കൊടുക്കാം. ഇൻ്റർവ്യൂ നടന്നുകൊണ്ടിരിക്കുകയാണ്, എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണം.
കുറച്ചും കൂടി ഒന്നല്ല മോനച്ചത്. അപ്പോൾ വലിയ പൈസയൊന്നുമില്ല, 10 രൂപയാണ്. ഇത്രയല്ല, ഞാനിത് കുറച്ച് കുടിച്ചത് കൊണ്ടാണ്. വലിയ പൈസയിൽ 10 രൂപയാണ് ഈ വത്തക്ക വെള്ളത്തിനും. അത് വത്തക്ക വെള്ളം എന്ന് പറയുമ്പോൾ വെറും വെള്ളമല്ല, പീസുണ്ട്. പിന്നെ മോരും വെള്ളത്തിനും 10 രൂപയാണ്. ഇതുവഴി കടന്നു പോകുന്ന ആൾ എല്ലാവരും കുടിച്ച് ഇവരെ ഒന്ന് സഹായിക്കണം. ഒരിക്കൽ കൂടി നന്നായി വരും കേട്ടോ. പിന്നെ ഇത് എത്ര മണിക്കാണ് നിങ്ങൾ ആക്കിയത്? നമ്മൾ രാവിലെ ആക്കിന്. അപ്പൊ ഞാൻ പകുതി രാവിലെ മുതൽ ഉച്ചവരെ വെച്ചിട്ട് ചോദിക്കാൻ കാരണം വെച്ചാൽ ഇപ്പൊ പകുതി ഫ്രിഡ്ജിൽ വെച്ചിന്. ഇപ്പൊ ഫുഡ് കഴിക്കാൻ പോയാൽ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് ഇവിടെ കൊണ്ടുവച്ചത്. അങ്ങനെയാ വെച്ചത്. നമ്മുടെ തെർമോക്കോൾ ബോക്സ്, ഐസ് ബോക്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ വെച്ചിട്ട് എടുത്തിട്ട് വന്നത്. ചൂടിന് തണുപ്പല്ലേ വേണ്ടത്, അതുകൊണ്ട് അങ്ങനെ സന്തോഷം. എന്തായാലും അച്ഛനോടുള്ള അന്വേഷണം പറയണം കേട്ടോ. ഇത് റിലീസാകുമ്പോൾ ഒന്ന് കാണണം കേട്ടോ. ഭാവിയുടെ വാഗ്ദാനമായി മാറട്ടെ. എല്ലാവിധ ആശംസകളും നേരുന്നു ഒരിക്കൽ കൂടി. അപ്പോൾ ചേർത്ത് പിടിച്ചുകൊണ്ട് തൽക്കാലം ഇവിടുന്ന് നിങ്ങളുടെ സുരേഷ് ഗോപാൽ.